ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നാടൻ മുതിരപ്പുളിയാണ് കേട്ടോ. പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ തേങ്ങയില്ലാതൊക്കെ വെക്കില്ലേ, ആ രീതിയിൽ വെക്കുന്ന ഒരു അടിപൊളി മുതിരപ്പുളിയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചീനിച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മുതിര ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്താലേ നമ്മുടെ ഈ ഒരു മുതിരപ്പുളിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല മണമൊക്കെ വരണമെങ്കിൽ വറുക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മുതിര കുറച്ച് നേരമായിട്ട് ഞാൻ വറുക്കാൻ തുടങ്ങിയിട്ട് ഇത് വറുക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തവർക്കാണെങ്കിൽ ഇത് വറുക്കുമ്പോൾ നല്ലൊരു മണം വരും. പിന്നെ അതും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് മുതിര പൊട്ടി തുടങ്ങും കേട്ടോ. പൊട്ടി തുടങ്ങുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ആക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്ര മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുതിരനെ ഒന്ന് കഴുകി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ചിലപ്പോൾ കല്ലുണ്ടാവാനൊക്കെ സാധ്യതയുണ്ട് മുതിരയിലൊക്കെ കേട്ടോ. അപ്പോൾ ഒന്ന് അരിച്ചിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മുതിര വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഈ സമയത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു മുറി സവോള ചെറുതായി കട്ട് ചെയ്ത്, അതേപോലെ തന്നെ ഒരു തക്കാളി, ചെറിയൊരു തക്കാളി, 2 പച്ചമുളക്, ഇത്രയും തന്നെ ഞാൻ ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഇത് കുട്ടികളാണ് ഇവിടെ, അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർക്കുന്നുള്ളൂ. നമ്മൾ പച്ചമുളകും ചേർത്തത് കൊണ്ടാണ് കേട്ടോ. അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും മാത്രമേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് മുതിരയ്ക്ക് എത്രയാണ് ആവശ്യം പറഞ്ഞാൽ അത്ര ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പും ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും തന്നെ വേണ്ടുള്ളൂ. നമുക്കിതിനൊന്ന് വിസിലടിച്ച് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലാണ് കേട്ടോ എനിക്കൊരു പാകം എന്നുള്ളത്. അപ്പോൾ ഒന്ന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. മുതിര നല്ലവണ്ണം വെന്തുവെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ഒന്ന്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുതിരപ്പുളി ആരും തള്ളിക്കളയേണ്ട, നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സാമ്പാറിനും അങ്ങനെയൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ പുളി എടുക്കണം കേട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ മീൻ കറിക്ക് കുറച്ച് കയറി നിൽക്കുന്ന രീതിയിലല്ലേ പുളിയൊക്കെ എടുക്കാറുള്ളൂ. ആ ഒരു രീതിയിലാണ് നമ്മളിതിന് പുളി എടുക്കേണ്ടത്. അപ്പോൾ അത്ര തന്നെ ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നെല്ലിക്ക വലിപ്പമല്ല, കുറച്ചുകൂടി കൂടുതലായിട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൽ എത്രയാണോ വെള്ളം ആവശ്യത്തിന് വേണ്ടത് അതും നമുക്ക് ഈ സമയത്ത് ചേർക്കട്ടെ. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി തിളച്ച് കയറട്ടെ കേട്ടോ നമ്മുടെ കറിയൊന്ന്. നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പോരാത്തത് നമുക്ക് ഈ സമയത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയതാണ് ഞാൻ. കുറച്ചും കൂടി എനിക്ക് ഉപ്പിൻ്റെ കുറവുണ്ടായത്, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ മുതിരപ്പുളി നന്നായിട്ട് ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പല സ്ഥലങ്ങളിൽ പല പേരൊക്കെയാണ്, കൊള്ളു എന്ന് പറയും, അങ്ങനെ കുറേ പേരുണ്ടല്ലോ ഇതിനൊക്കെ. അപ്പോൾ അത് നമ്മുടെ കറി ഇതവിടെ ആയിട്ടുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മാത്രമേ വേണ്ടുള്ളൂ. ഇനി നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് കടുക് തളിച്ച് കൂട്ടുക, ഇത്രയും വേണ്ടുള്ളൂ കേട്ടോ ഇതിന്. നമുക്കിനി ഇതിലോട്ട് കടുകൊന്ന് തളിച്ച് കൂട്ടാം. ഇതിലോട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചിലയിടങ്ങളിൽ മുതിരപ്പുളി വയ്ക്കുമ്പോൾ അതിൽ ചെറിയ ഉള്ളിയാണ് നമ്മൾ കടുക് പൊട്ടിക്കാനൊക്കെ എടുക്കുക. ഞങ്ങൾ ഇവിടങ്ങളിലൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി കുത്തിച്ചതച്ചിട്ടാണ് ഇതിലോട്ട് ഇടുക കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് തന്നെ ഒപ്പം തന്നെ ഞാൻ നമ്മുടെ വെളുത്തുള്ളിയും കുത്തിച്ചതച്ച് വെച്ചതാണ് കേട്ടോ. അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ഗ്യാസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് പറഞ്ഞാൽ നമ്മുടെ കറിയൊക്കെ നല്ലതാണെന്നാണ്. അപ്പോൾ ഇത്രയും വേണ്ടുള്ളൂ. നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരെ വേണ്ടുള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് അതിലും കൂടെ ഒഴിച്ച് പറഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയുടെ മണമൊക്കെ നല്ലതായിട്ട് കുത്തി വരുന്നുണ്ട്. എല്ലാം കൂടി നല്ലൊരു മണവും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി. ആരും വിട്ടു പോകരുത് കേട്ടോ. മിക്ക എല്ലാവർക്കും അറിയുന്നതെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടി ഇത് പറഞ്ഞതെന്ന് മാത്രം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.